ഫോട്ടോഗ്രാഫേഴ്സിന് വീഡിയോഗ്രാഫേഴ്സിന് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒന്നാണ് ഞാൻ എപ്പോഴാണ് ക്യാമറ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ഏത് ക്യാമറയാണ് ഞാൻ വാങ്ങേണ്ടത്. ഈ ഒരു ചോദ്യം ഏത് കാലത്തും ക്യാമറ പുതുതായിട്ട് അപ്ഡേറ്റ് ആയ കാലം തൊട്ട് ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോണിയുടെ 7M4 ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ A9 Mark III ഇറങ്ങിയപ്പോൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ അടുത്ത അപ്ഡേഷൻ വന്നപ്പോൾ ഞാൻ മാറണ്ടേ, ഏത് കസ്റ്റമറാണ് ഏത് ക്യാമറ വാങ്ങേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഓരോ ക്യാമറ കമ്പനിക്കും 3-4 സീരീസിൽ ക്യാമറയുടെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ റേഞ്ചിൽ ക്യാമറകൾ ലഭ്യമായിരുന്നത് നേരത്തെ കാനോണിലും സോണിയിലാണ്. ഒത്തിരി പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കാനോണൊക്കെ ഇറക്കിയിരുന്ന അല്ലെങ്കിൽ നൈക്കോണൊക്കെ ഇറക്കിയിരുന്ന 4 ഡിജിറ്റുള്ള കുറേ ക്യാമറ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 5300 എന്ന് പറഞ്ഞ നൈക്കോണിൻ്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അതേസമയം 1300 എന്ന് പറഞ്ഞിട്ട് കാനോണിൻ്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇതിനെ സ്പെസിഫൈ ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യം, 4 ഡിജിറ്റ് വരുന്ന ക്യാമറകൾ ആമച്വർ ക്യാമറകളായിരിക്കും. 3 ഡിജിറ്റ് വരുന്ന ക്യാമറകൾ അതിനേക്കാൾ ഒരു പടി കൂടെ മുകളിലായിരിക്കും. 2 ഡിജിറ്റ് വരുന്ന ക്യാമറകളായിരുന്നു ആദ്യകാലത്ത് പ്രൊഫഷണലായിട്ട് ഉപയോഗിച്ചിരുന്ന ക്യാമറകൾ. ശ്രദ്ധിച്ചൊക്കെ അറിയാൻ പറ്റും 90D 80D അങ്ങനെയുള്ള ക്യാമറകൾ, D90 D80 ഇങ്ങനെയുള്ള ക്യാമറകൾ നമ്പറുകൾ പോലും കമ്പനികൾ ഒരുപോലെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ക്യാമറകൾ നമ്മൾ വാക്കിന് ഉപയോഗിച്ചിരുന്ന കാലത്താണ് 7D സീരീസിലെ കാനണിൻ്റെ ക്യാമറകൾ വരുന്നത്. കാനൺ ഒരു പക്ഷേ പുതിയൊരു തുടക്കം കൊടുത്തൊരു ക്യാമറയാണെന്ന് തന്നെ പറയേണ്ട ഒരു ക്യാമറയാണ് 7D. അതിനുശേഷം 5D സീരീസ് വന്നപ്പോൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് സിംഗിൾ ഡിജിറ്റ് ആയിട്ട് ക്യാമറകൾ വന്നു തുടങ്ങിയത്. അപ്പോൾ അന്ന് തന്നെ 6D ഉണ്ടായിരുന്നു. സത്യത്തിൽ 6D എന്ന് പറഞ്ഞൊരു ക്യാമറ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് കാനൺ ഇറക്കിയൊരു ക്യാമറയാണ്. 5D സീരീസ് സത്യത്തിൽ സ്റ്റില്ലിന് രണ്ടിനും നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ സ്റ്റില്ലിന് പ്രയോറിറ്റി കൊടുത്തിരുന്ന ക്യാമറകളാണ്. വളരെ സ്ലോ ആയിട്ട് 4-5 വർഷത്തിനിടയ്ക്ക് ഓരോ ക്യാമറ വന്നിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് മിറർലെസ് ക്യാമറകളുടെ വരവ് കൂടി വന്നപ്പോൾ ഫാസ്റ്റായിട്ട് ക്യാമറകൾ ഇറങ്ങി തുടങ്ങി. പല മോഡൽസിൽ ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ സോണിയിലാണെങ്കിൽ തന്നെയും 7M3 7M4 എന്ന് പറയുന്നൊരു ഹൈബ്രിഡ് റേഞ്ച് ഒരു സെറ്റ് ഓഫ് ക്യാമറാസ് ഉണ്ട്. 7S സീരീസിൽ 7S3 7S2 FX3 FX30 അങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്യാമറാസ് ഉണ്ട്. A9 സീരീസിൽ ഒരു ക്യാമറയുണ്ട്. 7R സീരീസിൽ ഒരു സീരീസ് ക്യാമറയുണ്ട്. ഒന്നുമില്ലാതെ ആൽഫ 1 എന്ന് പറയുന്ന ഒരു സീരീസ് ക്യാമറയുണ്ട്. അപ്പോൾ ഏത് ക്യാമറയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് ക്യാമറയാണ് ഏറ്റവും പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത്, നമ്മുടെ ബഡ്ജറ്റിന് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷന് യോജിക്കുന്ന ക്യാമറ ഏതാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ A സീരീസ് ക്യാമറകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആൽഫ സീരീസ് ക്യാമറകളെ കുറിച്ച് പറയുകയാണെങ്കിൽ A1 എന്ന് പറയുന്നത് പലപ്പോഴും കസ്റ്റമേഴ്സിന് എളുപ്പം ആൽഫ സീരീസ് എന്ന് പറയുന്നതിനേക്കാൾ പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സീരീസ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആൽഫ സീരീസിനെ A സീരീസ് അല്ലെങ്കിൽ A9 അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആൽഫ 1 എന്ന് പറയുന്ന ക്യാമറ അല്ലെങ്കിൽ A1 എന്ന് പറയുന്ന ക്യാമറ ആരാണ് ഉപയോഗിക്കേണ്ടത്? സത്യത്തിൽ ഹൈബ്രിഡ് ക്യാമറയുടെ ഒരു ടോപ്പ് വെർഷനാണ്, പ്ലാറ്റിനം വെർഷനാണ് ആൽഫ 1 എന്ന് പറയുന്നൊരു ക്യാമറ. നല്ല സ്പീഡും വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പറ്റുന്ന ഹൈബ്രിഡ് 7M4ൻ്റെ അപ്ഡേഷനായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന 3നും പറ്റുന്നൊരു ക്യാമറയാണ് ആൽഫ 1 സീരീസ്. അതേസമയം ആൽഫ 9 III അല്ലെങ്കിൽ A9 III ക്യാമറ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സത്യത്തിൽ അതൊരു സ്പോർട്സ് ക്യാമറയാണ്. വളരെ സ്പീഡായിട്ടുള്ള മുഹൂർത്തങ്ങൾ നിങ്ങൾ ഒപ്പിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലാഷ് ഉപയോഗിച്ചുള്ള ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകൾ നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ഒരു ക്യാമറയാണ് A9 III എന്ന് പറഞ്ഞാൽ. അപ്പോൾ 7M3 ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ അപ്ഡേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നേരെ A9 III കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇവിടെ ആകെ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മൾ ചെയ്യുന്ന വർക്ക് ഏതാണ്, നമ്മൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി മാത്രമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വെഡ്ഡിങ് വീഡിയോഗ്രാഫി മാത്രമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വെഡ്ഡിങ്ങിൽ തന്നെ നമ്മൾ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒരുമിച്ച് ചെയ്യുന്ന ആളാണോ, സ്വന്തമായിട്ട് നമ്മുടെ വർക്കുകളാണോ നമ്മൾ കൂടുതൽ പ്രോസസ്സ് ചെയ്യുന്നത്, അതോ നമുക്ക് എക്സ്പോസിങ്ങിന് ആണോ നമ്മൾ കൂടുതൽ പോകുന്നത്. നമ്മൾ വിളിക്കുന്ന ടീം, നമ്മൾ വിളിക്കുന്ന വെഡ്ഡിങ് കമ്പനികൾ കൂടുതൽ ഉപയോഗിക്കുന്ന ക്യാമറ ഏതാണ്, അവർ ആവശ്യപ്പെടുന്ന ക്യാമറ ഏതാണ്. പല വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും 2 കമ്പനികളുടെ ക്യാമറകൾ ഇപ്പോൾ ക്യാരി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക വിഭാഗം വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്പനിയുടെ ക്യാമറ ഉപയോഗിക്കുമ്പോൾ അതേസമയം തന്നെ വേറൊരു കമ്പനിയുടെ ക്യാമറയും ഉപയോഗിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ നമുക്ക് നേരിട്ടറിയാം. പക്ഷേ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി കൊണ്ട് മാത്രം വർക്കിന് വിളിക്കുന്ന
വേറൊരു കാറ്റഗറി നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ആണ് ആദ്യം നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നത്. വലിയ വർക്കുകളെക്കുറിച്ച് നമുക്ക് ചെയ്യുന്നില്ല. നമ്മളൊരു സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതൊരു സ്ഥിര വരുമാനമായിട്ടല്ലാതെ ചെയ്യുന്ന ഒരാളാണ്, സ്റ്റുഡിയോ ഒക്കെ ആയിട്ടിരിക്കുന്ന ആളാണ്, അത്യാവശ്യം വർക്കുണ്ടെങ്കിൽ മാത്രം പുറത്ത് പോകുന്ന ആളാണ്. അങ്ങനെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 4.25 ലക്ഷം രൂപയുടെ ഒരു ബോഡിയും അതിന് വേണ്ടുന്ന ലെൻസും എല്ലാം എടുത്തിട്ട് 10 ലക്ഷം രൂപ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർത്താവണമെന്നില്ല. പക്ഷേ നിങ്ങൾ വളരെ തിരക്കുള്ളൊരു എക്സ്പോസിങ് ചെയ്യുന്ന ആളാണ്, അടുത്ത ലെവലിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സ്പോസിങ് ചെയ്യുന്ന ആളാണ്, ആ ടീമിലാണ് നിങ്ങൾ മെമ്പറെങ്കിൽ ആദ്യം നിങ്ങൾ സ്വന്തമാക്കേണ്ടത് നല്ല ലെൻസസ് ആണ്. ഏത് ബോഡിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നല്ല ലെൻസസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടേതായ കഴിവുകളാണ് നിങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയിൽ നിങ്ങൾ പുറത്തെടുക്കുന്നത്. അതിന് നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ഉപകരണങ്ങളാണ് ക്യാമറയും ലെൻസുകളും. അപ്പോൾ നിങ്ങളുടെ ക്യാമറ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിലും പ്രാധാന്യമുള്ള എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലെൻസസിനെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ക്യാമറ ഉണ്ടെങ്കിൽ അതിന് നല്ല ലെൻസസ് സ്വന്തമാക്കുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അതിനോടൊപ്പം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര റീപേ ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപയാണ് ഇതിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്, ആവറേജ് ആയിട്ടുള്ള ഒരു റവന്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ചില മാസങ്ങളിൽ വർക്ക് മോശമായിരിക്കും, ചില മാസങ്ങളിൽ നല്ല വർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവറേജ് ആയിട്ടുള്ള റവന്യൂ എത്രയാണ് അതനുസരിച്ച് വേണം നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ. നിങ്ങളൊരു ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ലെൻസസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനവും നിങ്ങളുടെ ജീവിത ചെലവും കുറച്ചതിന് ശേഷമുള്ള ഒരു മിച്ചമാണല്ലോ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ലോൺ അടയ്ക്കാനോ അല്ലെങ്കിൽ മാറ്റിവെക്കാനോ ഉണ്ടാവുക. ഒരു 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടിനുള്ള ക്യാമറ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ. അല്ലാണ്ടൊരു ക്യാമറ സെലക്ട് ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പറ്റാത്ത ഒരു ഭാരം നിങ്ങൾ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം സ്വയം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ സെൽഫായിട്ട് കുറേ ഇൻവെസ്റ്റ് ചെയ്യുകയും വെഡ്ഡിങ്ങിന് മാത്രം പോയി പടം എടുക്കാതെ കുറേ സമയം ക്യാമറയിൽ നിങ്ങളുമായിട്ടിരുന്ന് സെറ്റിങ്സ് ആണെങ്കിലും അതിൻ്റെ പല ഫങ്ഷൻസൊക്കെ ആണെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ പടം എടുക്കുന്ന ആൾക്കാരുമായിട്ട് സഹകരിക്കാനും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു മനസ്സുകൂടെ നമ്മൾ കാണിച്ചാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ നല്ല ചിത്രങ്ങൾ രചിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ വീഡിയോ മാത്രം ചെയ്യുന്ന ആളിനാണെങ്കിൽ ലോ ലൈറ്റിൽ നല്ല പടങ്ങൾ എടുക്കാൻ സെൻസിറ്റീവായ ക്യാമറ മതിയാകും. പക്ഷേ സ്റ്റില്ലും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ മെഗാപിക്സലും പിക്ചറിൻ്റെ സൈസും ഒക്കെ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ ഈ രണ്ടിനും പറ്റുന്ന ക്യാമറകൾ സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് അതാണ് നല്ലത്. പക്ഷേ വളരെ പ്രൊഫഷണലായിട്ട് വീഡിയോ മാത്രം ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് പറ്റുന്ന ക്യാമറ തന്നെയായിരിക്കും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ക്യാമറ കരുതേണ്ടി വരും. അപ്പോൾ അതിന് തക്ക റവന്യൂ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹൈബ്രിഡ് ക്യാമറകൾ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൈബ്രിഡ് ക്യാമറകൾ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ മിനിമം 3 വർഷത്തേക്കെങ്കിലും നിങ്ങളത് ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം അത് 3 വർഷമെങ്കിലും നിങ്ങളത് വർക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്യാമറകൾ പല സീരീസിൽ ഇറങ്ങിയേക്കാം. ഇപ്പോൾ 7M3 ഇരിക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അടുത്ത ജസ്റ്റ് അപ്ഡേഷൻ 7M4 ആണ്. നേരെ A9 Mark 3 അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വർക്കും ആ ക്യാമറയുടെ ആവശ്യകതയും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അതിലേക്ക് മാറേണ്ടത്. വളരെ ഇപ്പം 45 മെഗാപിക്സലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പുതിയ അപ്ഡേഷൻ ഇറങ്ങിയ ക്യാമറയാണെന്നിട്ട് 30 മെഗാപിക്സലിൻ്റെ ക്യാമറയിലോട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം അദ്ദേഹം അതിൽ കംഫർട്ടാവില്ല. അദ്ദേഹത്തിന് ആ ഒരു പടത്തിൽ ചിലപ്പോൾ തൃപ്തി തോന്നില്ല. അതോടുകൂടി അദ്ദേഹത്തിന് മാനസികമായിട്ട് ആ എടുക്കുന്ന ചിത്രങ്ങളുള്ള ഇഷ്ടം കുറയും. നമ്മുടെ ഇഷ്ടം നമ്മുടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷൻ പിന്നെ ഒരു ബാധ്യതയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടവും നമ്മുടെ ഉപകരണങ്ങളും ഒക്കെ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഉപകരണങ്ങൾ വേണം എന്നുള്ളത്, നമ്മുടെ ആവശ്യകത എന്താണ്, നമ്മുടെ വരുമാനം എന്താണ്, നമുക്ക് ഏതൊക്കെ റേഞ്ചിലുള്ള ലെൻസസ് ആണ് വേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ റെൻ്റ് എടുത്ത് ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, നിങ്ങൾ ഫീൽ ചെയ്യുക. അത് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫീൽ ചെയ്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കംഫർട്ടാവുന്ന ഒരു ഉപകരണം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ആ റവന്യൂ എന്നൊരു പോർഷൻ നിങ്ങൾ മസ്റ്റായിട്ട് അപ്ഡേഷന് വേണ്ടി മാറ്റി വയ്ക്കണം. ആ എമൗണ്ട് വെച്ചല്ലാണ്ട് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ പൈസ കടം മേടിച്ചിട്ടോ നിങ്ങൾ വീണ്ടും അപ്ഡേഷന് പോയാൽ വീണ്ടും നമ്മൾ കെണിയിലേട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു ഫണ്ട് കണ്ടെത്തി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ലോൺ അടയ്ക്കാനുള്ള വരുമാനം നമുക്കുണ്ടെന്നുള്ളത് സെക്യൂർ ആക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടാണെങ്കിൽ ക്യാമറ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സംശയങ്ങളുണ്ടാവില്ല, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേവലാതി ഉണ്ടാവില്ല, വളരെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു.